ഇന്ന് നമുക്ക് ബോംല പോയാലോ? എന്നാവാ ബോംല പോവാം. പ്രിയപ്പെട്ട വീട്ടുകാരെ, ഇതാണ് കേട്ടോ ബോംല. ബോംലയിൽ എത്തുന്നത് വരെ ഞാൻ വിചാരിച്ചു ഇവിടെ എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. നമുക്കൊക്കെ വന്ന് കാണാൻ പറ്റുന്നതും അതുപോലെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. കോട്ടവാതിലും കടന്ന് താഴോട്ട് വന്ന ഞാൻ സെങ്കിലിയ എന്ന് പറഞ്ഞ ഒരു അടിപൊളി റീജിയനിലേക്കാണ് എത്തിയത്. സെങ്കിലിയയിൽ വന്നപ്പോൾ നിങ്ങൾ കണ്ടോ, നല്ല അടിപൊളി പള്ളികളും അതുപോലെ പഴയ കെട്ടിടങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റി കേട്ടോ. നമുക്കപ്പോൾ ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാം. എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് കേട്ടോ. ഇവിടുത്തെ ആധുനിക രീതിയിൽ ചായക്കടയൊക്കെ നടത്തുന്ന ഒരു ചേട്ടനും പുള്ളിയുടെ കാറും അതുപോലെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ബോട്ടുകളും അതുപോലെ ചെറിയ ചെറിയ വഞ്ചികളൊക്കെയാണ് കേട്ടോ. ഇക്കാണുന്നതൊക്കെ റെസ്റ്റോറൻ്റ് ആണ്. ഞാനിപ്പോൾ നടന്നു പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഇതൊരു വഴിയും കൂടിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ആളുകളൊന്നും ഇല്ലാത്തത്. വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. വിൻ്റർ സീസൺ ആണെങ്കിലും ഒരു ചെറിയൊരു കാറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. എന്നാലും ഒരുപാട് ആളുകൾ ഇവിടെ കാണാൻ വരുന്നുണ്ട്. ഇത്ര ക്ലിയർ ആയിട്ടുള്ളൊരു അന്തരീക്ഷവും അല്ലെങ്കിൽ ആ ഒരു ഇസ്ലയുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. ഇസ്ലയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതികളും അതുപോലെ തന്നെ അവരുടെ ആ ഒരു പരമ്പരാഗതമായിട്ട് അവർ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു വലിയൊരു പള്ളിയും അതുപോലെ തന്നെ ഒരുപാട് വിനോദസഞ്ചാരികൾ മേലോട്ട് പോകുന്നതും ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, അവരുടെ പിറകെ ഞാനും വെച്ചു പിടിച്ചു. കുന്നിൻ്റെ മേലെ വന്നപ്പോൾ ഞാൻ കോട്ടയുടെ മേലേക്കാണ് കേട്ടോ എത്തിയത്. കോട്ടയുടെ മേലെ വന്നപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇസ്ലയുടെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കൂടിയാണ് കേട്ടോ. നിങ്ങളൊന്ന് നോക്കി, നല്ല അതിമനോഹരമായ കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് ചെറിയ ബോട്ടുകളും നമ്മൾ താഴേക്കൂടെ നടന്നു പോയ വഴിയും എല്ലാം ഇവിടെ നിന്ന് കാണാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ആകാശത്തിൻ്റെ മട്ടും ഭാവമൊക്കെ മാറിയിട്ടോ. സൺസെറ്റിൻ്റെ ഒരു സിഗ്നലൊക്കെ തന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ താഴോട്ട് വന്ന് വീണ്ടും ആ വഴി കൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി കേട്ടോ. കാരണം എനിക്ക് സൺസെറ്റ് ക്യാപ്ചർ ചെയ്യണ കാരണം കൊണ്ട് ഞാൻ വേഗം നടക്കാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്തൊക്കെയാണ് കേട്ടോ. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, മാൾട്ടീസുകാർ എതിരാളികളെയൊക്കെ ഈ കപ്പലിൽ വന്ന ശത്രുക്കളെയും എല്ലാവരെയും തുരുത്തി ഓടിച്ചത് ഈ കോട്ടയ്ക്ക് മുകളിലൊക്കെ പണിത് വെച്ചിരുന്ന പീരങ്കികൾ കൊണ്ടാണെന്ന് നമ്മൾ ഒരുപാട് കഥകളും ഹിസ്റ്ററീസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത്. ഇതെന്ത് ഈ മഞ്ഞ കളർ എന്നറിയോ? സൺസെറ്റ് ആവാറായിട്ടുണ്ട്. ആ ഒരു സൂര്യപ്രകാശം അടിച്ച് ആ കെട്ടിടങ്ങളുടെ ഒക്കെ കളറ് മഞ്ഞയായിട്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സൺസെറ്റിൻ്റെ ലൊക്കേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഒന്ന് നോക്കി, എത്ര മനോഹരമാണല്ലേ. അവരുടെ ആ ഒരു പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അത് അവർ മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. ഒരുപാട് വിദേശികൾ വന്നിട്ടുണ്ട് ഇവിടുത്തെ ലോക്കൽ ക്യൂസീൻസൊക്കെ എൻജോയ് ചെയ്യാനും അതുപോലെ ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആ ഒരു കൾച്ചറും കാര്യങ്ങളും എല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഒരു കോട്ടയുടെ ഭാഗമാണ്. നമുക്കപ്പോൾ ആ ബ്രിഡ്ജിമ്മക്കൂടെ കടന്ന് അപ്പുറത്തേക്ക് പോകണം. ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്തൊക്കെ പഴയ ഷിപ്പിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഒരു ക്രെയിനിൻ്റെ ഭാഗമൊക്കെയാണ് കേട്ടോ. ഞാനത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയി. ഇത് സ്റ്റെപ്പ് ഇൻ ടു ദ സൺസെറ്റ് ആണ്. ഇത് ഞാൻ തന്നെ ഇട്ട പേരാണ്. ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് സൺസെറ്റ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഞാൻ കയറി പോവാണ് കേട്ടോ.
ഇത് നമ്മുടെ നാട്ടിലത്തെ ഒരു ഇടവഴി പോലെയാണ്. ഇവിടെ കറക്റ്റ് ഒരാൾക്കേ നടന്നു പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഓരോരുത്തർ വരുമ്പോൾ സൈഡ് എടുത്ത് കൊടുക്കണം. പക്ഷേ എനിക്കാണെങ്കിൽ ആ സൺസെറ്റ് ക്യാപ്ചർ ചെയ്യും വേണം, എല്ലാം ചെയ്യും വേണം. അപ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സ്വർഗത്തിലേക്കുള്ളൊരു വാതിൽ പോലെ, ആ വാതിൽ കടന്നു കഴിഞ്ഞിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച ഒന്നും പറയാനില്ല കേട്ടോ. ഒന്ന് നോക്കിയാൽ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തേക്ക് ആ വാതിൽ കടന്ന് വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു ദൃശ്യവും ആ തൊട്ടടുത്ത് കിടക്കുന്ന ആ ഒരു ക്രൂസ് ഷിപ്പും സെയിൽ ചെയ്തു പോകുന്ന ചെറിയ ചെറിയ ബോട്ടുകളും എല്ലാം ഒരു ഒന്നിനൊന്ന് മെച്ചം. എനിക്കിവിടെ വന്നിട്ട് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും നല്ലൊരു കാഴ്ചയായിട്ടാണ് ഈ ഒരു കാഴ്ച തോന്നിയത് കേട്ടോ. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് താഴെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ ചെറിയൊരു വാതിൽ കടന്ന് അപ്പുറത്തേക്ക് പോയപ്പോഴും ഇതുപോലത്തെ കാഴ്ചകളൊക്കെ തന്നെയാണ് കാണാൻ പറ്റിയത്. അവിടെ ഒരു ഫാമിലി അവിടെ ചിത്രം പകർത്തുന്നതും, അതുപോലെ ഒരാളവിടെ ഫിഷിങ് ചെയ്യുന്നതും, അതുപോലെ നമ്മുടെ ആ ക്രൂയിസ് ഷിപ്പ് സൺസെറ്റിൻ്റെ ആ ഒരു ഇത്, ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ കുറച്ച് നേരം സൈലൻ്റായിട്ട് ആസ്വദിച്ച് അങ്ങനെ നിന്നു കേട്ടോ. ഈ കാണുന്ന ഷിപ്പ് എങ്ങോട്ടോ തിരിച്ചു പോവാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. കാരണം എൻ്റെ കൂടെ മറ്റൊരുപാട് വിനോദസഞ്ചാരികളുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഷിപ്പ് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ നിന്നിട്ട് എല്ലാവരും നമ്മളുടെ അടുത്ത് ബായ് പറയുന്നത് കാണാം. അപ്പോൾ നമ്മുടെ കൂടെയും കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരും തിരിച്ച് ബായ് പറയുന്നുണ്ട്, അവർ യാത്ര അയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഷിപ്പ് തിരിച്ചു പോകുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഷിപ്പ് ഒരുപാട് ദൂരേക്ക് പോയി കേട്ടോ. ഷിപ്പ് പോയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഭാഗമാണ് കേട്ടോ വെല്ലറ്റ. നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത വീഡിയോയിൽ വെല്ലറ്റേനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ലിങ്ക് ഇവിടെ പിൻ ചെയ്തേക്കാം കേട്ടോ. ആകാശത്തിൻ്റെ കളറൊക്കെ വീണ്ടും ഒരുപാട് മാറി. വിനോദസഞ്ചാരികളൊക്കെ തിരിച്ചു പോയി തുടങ്ങി കേട്ടോ. അങ്ങനെ എല്ലായിടത്തും ഒരു ശാന്തതയായി. പക്ഷേ കടൽ മാത്രം ഇങ്ങനെ ആർത്തിരമ്പിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഒരു യാത്രയായിട്ട് വീണ്ടും കാണാം കേട്ടോ.